ഹായ് ഫ്രണ്ട്സ്, ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് സ്നാക്കായും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമായാണ് ഞാനിന്നെത്തിയിട്ടുള്ളത്. ഇതാണ് ഞങ്ങൾ കണ്ണൂരുകാരുടെ സ്വന്തം മുട്ടയപ്പം. പച്ചരിയാണ് നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. 2 കപ്പ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 2 കപ്പ് പച്ചരി നന്നായി കഴുകി വെള്ളത്തിൽ കുതിർത്ത് 8 മണിക്കൂർ നേരം മാറ്റി വയ്ക്കുക. ഇനി വേണ്ടത് ഒരു മുട്ടയാണ്. പിന്നെ 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ചോറ് എന്ന അളവിൽ നമുക്ക് മുട്ടയപ്പം ഉണ്ടാക്കുവാനായി ആവശ്യമായിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 കപ്പ് നിറയെ മൈദയാണ്. 1/2 കപ്പ് നിറച്ച് മൈദ എടുത്ത് മാറ്റി വയ്ക്കാം. കുതിർത്ത് വച്ച പച്ചരി 8 മണിക്കൂർ നേരം കുതിർന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചരി വെള്ളം മാറ്റി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുഴുവൻ പച്ചരിയും മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് ചോറ്, ഇതിപ്പോൾ 2 കപ്പ് പച്ചരിയാണുള്ളത്, അതിനായി 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത ശേഷം 1 കപ്പ് വെള്ളം, 2 കപ്പ് പച്ചരി, 1 കപ്പ് ചോറ്, 1 കപ്പ് വെള്ളം ഇവ ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കുവാനായി. അരച്ച ശേഷം നമുക്ക് ആ മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റാം. മിക്സ് മുഴുവനായി ഒരു ബൗളിലേക്ക് മാറ്റിയ ശേഷം ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. മുട്ട നന്നായി അടിച്ച് നമ്മുടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്കോ വച്ച് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ മുട്ട നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ 1/2 കപ്പ് നിറയെയുള്ള മൈദയാണ്. അത് നമ്മൾ മുഴുവനായിട്ട് ഒറ്റയടിക്ക് ചേർക്കാതെ അല്പാൽപമായി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അല്ലെങ്കിൽ മൈദ കട്ട പിടിക്കാനിടയുണ്ട്. കട്ടകൾ വീഴാതെ അല്പാൽപമായി ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നല്ലൊരു ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്കിത് ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ മൈദ മുഴുവനായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഈ കാണുന്നൊരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത്. ഒത്തിരി കുറുങ്ങിപ്പോവാനും പാടില്ല, ഒത്തിരി ലൂസായി പോവാനും പാടില്ല. കണ്ടോ, ഞാനിപ്പോൾ എൻ്റെ അപ്പച്ചട്ടി ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ ബാറ്റർ 1 മണിക്കൂർ നേരം പുറത്ത് വച്ചിരുന്നാൽ അപ്പം ചുടുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് പൊങ്ങിക്കിട്ടും. നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി ചൂടായിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന അപ്പച്ചട്ടിയാണിത്. അതുകൊണ്ട് അപ്പം അടിയിലൊന്നും പിടിക്കാതെ നമുക്ക് എളുപ്പത്തിൽ ഇതിൽ നിന്ന് വിട്ട് കിട്ടും. ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. തീ ഒരുപാട് ഹൈയിലായിരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മളിവിടെ അപ്പത്തിൻ്റെ മാവ് ഓരോ കുഴിയിലേക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ അപ്പത്തിൻ്റെ മാവ് കുഴിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അപ്പം മറിച്ചിടേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അപ്പം പൊങ്ങിക്കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ മാവ് ചേർത്ത് അപ്പം മറിച്ചിടാം.
ഇതാ ഞാനൊരു ഫോർക്ക് വെച്ചാണ് നമ്മുടെ മുട്ടയപ്പം മറിച്ചിടുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുട്ടയപ്പം മറിച്ചെടുക്കുക. മുഴുവനായി മറിച്ചിട്ട ശേഷം കാണാം. അപ്പം മുഴുവനായി മറിച്ചിട്ടിട്ടുണ്ട്. അടിഭാഗം ഇനി മൊരിഞ്ഞു വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ നമ്മുടെ അപ്പം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. നന്നായി എണ്ണ വറ്റിച്ച ശേഷം വേണം നമുക്കത് കോരിയെടുക്കാൻ. നമ്മുടെ മുട്ടയപ്പം തുള്ളി പോലും എണ്ണ കുടിക്കാറില്ല. മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഒഴിച്ച എണ്ണ അതേപടി നമുക്കവിടെ ബാക്കിയുണ്ടാവും. ഇവിടെ അപ്പം ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ, എന്തൊരു ഭംഗിയായിരിക്കും നമ്മുടെ അപ്പം കാണാൻ. അതുപോലെ തന്നെ നല്ല സ്വാദുള്ള അപ്പമാണ്. അപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ് ഒന്ന് നോക്കിയാലോ. ഇതാ കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. ചായയുടെ കൂടെ നല്ലൊരു സ്നാക്കാണ്. കൂടാതെ ചിക്കൻ കറിയുടെ കൂടെയും മട്ടൻ കറിയുടെ കൂടെയൊക്കെ അസൽ കോമ്പിനേഷനാണ്. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.